ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടിൽ അടിപൊളി സ്റ്റൈലിഷ് ആയിട്ട് ഇട്ട് നടക്കാവുന്ന ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നൈറ്റി ബിറ്റിൻ്റെ തുണിയാണ്. നൈറ്റിന്നോ ഫ്രോക്കെന്നോ എന്ത് വേണമെങ്കിലും ഈ ഒരു ഡ്രസ്സിനെ പറയാം കേട്ടോ. അതിനായിട്ട് നൈറ്റി ബിറ്റ് ഇങ്ങനെ 4 മടക്കി വെച്ചതിന് ശേഷം എൻ്റെ ലെങ്ത്ത് വരുന്നത് 45ആണ്. അതിൽ ഞാൻ ആദ്യം 38 ലെങ്ത്ത് മാർക്ക് ചെയ്യാണ്. ബാക്കി അടിയിലേക്ക് ഫ്രിൽസാണ്. അപ്പോൾ 38 ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. നൈറ്റി ബിറ്റിൽ 3 മീറ്റർ ഉണ്ടാവും കേട്ടോ. ഈ ഒരു ബിറ്റിൽ നമുക്ക് മുറിച്ചെടുക്കുകയാണെങ്കിലും എടുക്കാം, പക്ഷേ അത് റേറ്റ് കൂടുതലായിരിക്കുമല്ലോ. കോട്ടൻ്റെ മെറ്റീരിയലൊക്കെ 3 മീറ്ററായിട്ട് മുറിച്ചെടുക്കുമ്പോൾ റേറ്റ് കൂടും. അത് സ്ട്രെയിറ്റ് വരച്ചതിന് ശേഷം നമുക്ക് നെക്ക് ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിന് ശേഷം ഷോൾഡർ 7 ഇഞ്ച്, 14 ഷോൾഡറൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വി കേവായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. വീനക്കാണ് ഞാൻ ചെയ്ത് കഴിക്കുന്നത്. അതിനൊരു കൈക്കുഴി 6.5 ഇഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്തതിന് ശേഷം അത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് നമുക്കതൊന്ന് കേവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മുടെ വണ്ണം വരുന്നത് 35ആണ്. 2 ഇഞ്ച് കൂട്ടിയിട്ട് 37, 37ൻ്റെ 4 കണ്ടിട്ട് 4 കണ്ടിട്ട് അത് മാർക്ക് ചെയ്യാം. അതിനുശേഷം എൻ്റെ ഷേപ്പ് വരണത് 32ആണ്. അപ്പോൾ 32ൻ്റെയും +2 കൂട്ടുക, അതിൻ്റെ 4 മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ അടി വരയ്ക്കും ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഏറ്റവും അടിയിലെത്തുമ്പോൾ ആ തുണിയുടെ അറ്റത്ത് കൂടെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു 2 ഇഞ്ച് എലവൻസ് ഇട്ടിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനത്തെ ഒരു ട്രേസിങ് വീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷേപ്പൊക്കെ വരയ്ക്കുമ്പോൾ അവിടെ ഇങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗത്തേക്കും അത് ട്രേസ് ചെയ്ത് കിട്ടും. അപ്പോൾ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് പിന്നെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു ലൈനിൻ്റെ മുകളിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വിടാം. പിന്നെയുള്ളത് ഫ്രണ്ട് നെക്കാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ബാക്ക് നെക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് കേവ് ചെയ്തും വരച്ചു കൊടുക്കുക. 1 ഇഞ്ചിന് എടുത്തിട്ടുള്ളൂ കേട്ടോ. 1 ഇഞ്ച് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ബാക്ക് എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ ഈ കൈക്കുഴി വെട്ടി ഈ ഷേപ്പിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ കൈക്കുഴി വെട്ടിയ ഭാഗത്ത് നിന്ന് നമുക്ക് ഈ ഒരു ബാക്കി വരുന്ന ഈ പീസിൽ നിന്നായിരിക്കും നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അടിയിലത്തെ സ്ട്രെയിറ്റ് നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു, അതും നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്ക് ഭാഗം മാറ്റിയിട്ട് ഫ്രണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ആ വി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്ന് ഞാനിങ്ങനെ സ്ട്രെയിറ്റ് വി അല്ല മാർക്ക് ചെയ്തിരിക്കുന്നത്, ഒന്ന് കേവായിട്ടുള്ള വി ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഇനി മോൾ ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി അടിഭാഗത്തേക്കുള്ള ഫ്രിൽസും കൂടി കട്ട് ചെയ്തെടുക്കാം. ലെങ്ത്ത് നമ്മുടെ 45ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ അതിൽ 38ആണ് നമ്മൾ മോൾ ഭാഗത്തേക്കുള്ളത് കട്ട് ചെയ്തെടുത്തത്. ഫ്രിൽസിലേക്ക് ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് അതും നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വിടാം. കുറച്ച് കൂടുതൽ ഇട്ടിട്ടൊക്കെ നമ്മൾ കട്ട് ചെയ്യുക. അപ്പം മടക്കി അടിക്കാനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ. സ്ലീവ് കട്ട് ചെയ്യണ വീഡിയോ തന്നെയാണ് പോയി, അതുകൊണ്ട് ഞാൻ പേപ്പറിൽ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ 4 മടക്കിയതിന് ശേഷം നമ്മുടെ സ്ലീവ് ലെങ്ത്ത് എത്രയാണോ അത് എടുക്കുക, മാർക്ക് ചെയ്യുക. 4 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് ശേഷം റിഗാള് +2 അതിൻ്റെ പകുതി കണ്ടിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അടിയിലേക്ക് ഒരു 1.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്ലീവിൻ്റെ വണ്ണം മാർക്ക് ചെയ്യുക. അതിന് ശേഷം ആ പോയിൻ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഈ പോയിൻറ്റുകളെല്ലാം നമ്മൾ ഇവിടെ ഒരു 3 ഇഞ്ചും കൂടി വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സ്ലീവിൻ്റെ ഷേപ്പിലുള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കുക. എലവൻസൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഈ സെൻറ്ററിലൊന്ന് പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ സ്ലീവ് ഒന്ന് കുഴിച്ചും കൂടി വെട്ടുന്നുണ്ട്. ഡയറക്റ്റ് നമ്മൾ തുണിയിലൊക്കെ ആകുമ്പോൾ ഫ്രണ്ട് സ്ലീവ് മാത്രമേ കുഴിച്ചു വെട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ പേപ്പറിലായ കാരണം ഞാൻ കുഴിച്ചു വെട്ടിയതാണ് ഒന്നിച്ച്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലീവ് എടുക്കുക. രണ്ടും നല്ല പുറവും കൂടി യോജിപ്പിച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ സ്ലീവിൻ്റെ പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചില്ലേ, അതങ്ങനെ നിവർത്തി വെച്ചിട്ട് ഈ ഫ്രണ്ട് ഭാഗത്ത് മാത്രം വെച്ചിട്ട് അതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അവിടെയും കൂടി ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം 4 പീസ് ഞെറിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം യോജിപ്പിച്ചതിന് ശേഷം അതിലെല്ലാം ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള പോലെ വലുതോ ചെറുതൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഷോൾഡറുകൾ കൂട്ടുകയാണ്. നല്ല വശം കൂടി വെച്ചിട്ട് 2 ഷോൾഡറും കൂട്ടിയെടുക്കുക.
എന്നിട്ട് സ്ലീവ് ഇങ്ങനെ ഇതുപോലെ ഷോൾഡറിൻ്റെ അവിടെ അപ്പോൾ ആദ്യം പോയിൻ്റ് ഇട്ടുണ്ടായിരുന്നു സെൻറ്ററിൽ, അതങ്ങനെ വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് വേണം നമ്മൾ സ്ലീവ് എപ്പോഴും സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഇപ്പുറത്തേക്കും അപ്പുറത്തേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളൊരു സൈഡ് ഫുള്ളായിട്ട് ഷേപ്പൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഫ്രിൽസ് എടുത്തിട്ട് നല്ല വശം വെച്ചിട്ട് മേപ്പിട്ടേക്ക് ആക്കിയിട്ടാണ് കേട്ടോ ഫ്രിൽസ് വെച്ചിട്ട് അടിക്കുക. എന്നിട്ട് മറ്റേ പുറവും കൂടി അടിച്ച് സെറ്റാക്കുക. അതിന് ശേഷം നമ്മൾ വീനക്കാണ് കട്ട് ചെയ്തത്, അത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് മെഷർ ചെയ്യുക. 15 പേരുണ്ട്. എന്നിട്ട് അവിടെ കോളർ വെക്കാനുള്ള മെറ്റീരിയൽ ഇതേപോലെ 4 ആക്കി മടക്കിയതിന് ശേഷം അതിൽ നമ്മൾ ഈ 15 മാർക്ക് ചെയ്യുക. ഇപ്പോൾ 13 ഉള്ളൂ, കൂട്ടിയെടുക്കുക. 13 നമ്മൾ 15 മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ നെക്കിൽ എത്രയാണോ വൈഡ് കൊടുത്തത് അത്രയും കൊടുക്കുക. 3.5 വൈഡ് കൊടുത്തതിന് ശേഷം ഇതുപോലെ വരയ്ക്കുക. നന്നായിട്ട് അയൺ ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ആ കട്ട് ചെയ്തെടുത്തതിൻ്റെയും സെൻറ്ററിൽ ഒന്ന് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കോളർ എങ്ങനെയാണോ വെക്കുക അതുപോലെ കോളർ ആദ്യം ഒരു സൈഡ് അടിച്ചിട്ട് ഇങ്ങോട്ട് മറിച്ചിട്ടിട്ട് തുമ്പൊക്കെ ഇട്ടിട്ട് അടിച്ച് കവർ ചെയ്യാം. കോളർ അടിക്കുമ്പോഴും നമ്മൾ സെൻറ്ററിൽ നിന്ന് തന്നെയാണ് അടിക്കുക. ബാക്ക് കഴുത്തിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം നല്ല വശം കൂടിയിട്ട് ഇതുപോലെ നമ്മൾ അടിച്ചിപ്പുറത്തേക്ക് കൊണ്ടുവരിക. അതുപോലെ അപ്പുറത്തേക്കും അതേപോലെ തന്നെ അറ്റം വരെ അടിച്ചു കൊണ്ടുവരിക. അതിന് ശേഷം നമ്മൾ കോളറൊക്കെ അടിക്കില്ലേ, ഉള്ളിലേക്ക് കവർ ചെയ്ത് ഈ തയ്യൽ തുമ്പൊക്കെ കാണാത്ത രീതിയിൽ ഉള്ളിലേക്ക് കവർ ചെയ്തിട്ട് ഒരു 1/4 ഇഞ്ച് മടക്കി ഇതുപോലെ അടിച്ചു കൊണ്ടുവരിക. വളരെ സിമ്പിളായിട്ട് അടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്റ്റൈലിഷ് ഡ്രസ്സാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാം. നല്ല മെറ്റീരിയലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ ചെയ്തിട്ട് പുറത്തേക്ക് വിടാം. ഇതിപ്പോൾ നൈറ്റി ഇടാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ കോട്ടൺ മെറ്റീരിയൽ നൈറ്റി ബിറ്റ് മേടിച്ചിട്ട് ഇതുപോലെയും ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനൊരു ബോ ഉണ്ടാക്കിയിട്ട് അതും കൂടി ഈ സെൻറ്ററിൽ ഇവിടെ വെച്ചിട്ട്, അത് ഈ കഴുത്തിൻ്റെ ഈ അറ്റത്ത്. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരയ്ക്കും ബൈ.